ഹേ ഗൈസ്, ഈ ഒരു വളവും തിരിവും ഈ കിടക്കുന്ന വണ്ടികളുടെ ബ്ലോക്കും കാണുമ്പോഴേ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ നമ്മുടെ താമരശ്ശേരി ചുരം. ഇങ്ങനെ ഞാൻ ചുരം ഇറങ്ങി ഗൈസ്, ചുരം ഇറങ്ങി 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ എന്ന് പറയുന്നത് പോലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കോഴിക്കോട് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാതെ പറ്റുമോ? പറ്റില്ലാത്തതുകൊണ്ട് നമ്മളൊരു ബിരിയാണി കടിച്ചു കയറ്റി നമ്മളിങ്ങ് പോകുന്നു ഗൈസ്. ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ നമ്മളെല്ലാവരും ഒരുങ്ങി കെട്ടി ഇറങ്ങി. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു പരിപാടിക്കൊക്കെ പോകുന്ന കുറേ കാലത്തിന് ശേഷം കേട്ടോ, ഇവളുടെ ബ്രൈഡ് ടു ബി തന്നെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് എല്ലാവരോടും ഒരുമിച്ച് കൂടിയത്. പിന്നെ ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ പോകുന്നത് കുറച്ച് നാൾക്ക് ശേഷം. നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങി കെട്ടിലും പോവാന്നൊക്കെ പറഞ്ഞൊരു സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ കല്യാണ ദിവസം നാട്ടിലെത്തി ഗൈസ്. നമ്മളുടെ പിള്ളേരുടെ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാലമായി പ്ലാൻ ചെയ്തിരുന്ന നമ്മളുടെ കല്യാണ ദിവസമായി. കല്യാണ ദിവസം അങ്ങനെ നമ്മൾ ആദർശിനെ ശ്രീനെ കെട്ടിച്ചു ഗൈസ്. കെട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കടുത്ത് എന്ത് വേണം? ഭക്ഷണം. യെസ്, ഈ കാണുന്ന തിരക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നവരാണ്. ആ ഒറ്റൊരു വാതിൽ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ. ഇടിച്ചു കുത്തി കയറിയോണ്ട് തന്നെ ഇതിൻ്റെ വില അത് വല്ലാത്തൊരു വിലയായിരുന്നു. അങ്ങനെ ആസ്വദിച്ചൊരു നല്ലൊരു സദ്യ കഴിച്ച് നമ്മൾ ആ സന്തോഷത്തോടെ തിരിച്ചു ചുരം കയറി. അപ്പോൾ ബൈ ബൈ ഗൈസ്.